ദൈവമേ കൈതൊരാം സെഗ്മെന്റിലേക്ക് തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി. ഗുരുവായൂർ ക്ഷേത്രത്തിലേതിന് സമാനമായിട്ടുള്ള പ്രതിഷ്ഠയും ചടങ്ങുകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട വലിയ പ്രത്യേകത. പക്ഷേ തൃശൂർ പൂരത്തിലെ പ്രാധാന്യം കണക്കാക്കിയാൽ തിരുവമ്പാടി ഭഗവതിക്കാണ് മുഖ്യ സ്ഥാനം. നിരവധി ഭക്തരുടെ അഭയ കേന്ദ്രമെന്ന നിലയിലും തിരുവമ്പാടി ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. അപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് ദൈവമേ കൈതൊഴാമിൽ. തൃശൂർ നഗരത്തിന് നടുവിൽ വടക്കുംനാഥ ക്ഷേത്രത്തിനടുത്താണ് തിരുവമ്പാടി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നിലധികം ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഭക്തർക്ക് പറയാനുള്ളത്. ആചാരങ്ങളാലും ആഘോഷങ്ങളാലും നാനാഭാഗങ്ങളിൽ നിന്നായി ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതാണ് പതിവ്. ഗുരുവായൂർ എടക്കളത്തൂരിലെ അമ്പാടിപ്പറമ്പിലെ പാർത്ഥസാരഥി പ്രതിഷ്ഠയാണ് തിരുവമ്പാടി കണ്ണനായി മാറിയതെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ അമ്മയായ ശ്രീ ഭദ്രകാളി ഭക്തനൊപ്പം എത്തി തിരുവമ്പാടിയിൽ കുടിയിരുന്നതായും ഐതിഹ്യങ്ങൾ പറയുന്നു. ശക്തൻ തമ്പുരാൻ ഇവിടെ തേക്കുംകാട് മൈതാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശുക്കൾക്കും മറ്റ് മൃഗാദികൾക്കും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഒരു കരിങ്കൽ തൊട്ടി വലിച്ചു പോകുമ്പോൾ ആ ആനയെ വെച്ച് വലിച്ചാണ് കൊണ്ടുപോയിരുന്നത്. ആ സമയത്ത് ആന ആ കരിങ്കൽ തൊട്ടി ഇവിടെ ഇടുകയും പിന്നെ ആ കരിങ്കൽ തൊട്ടി അവിടുന്ന് എടുക്കാൻ പറ്റാണ്ടായപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ട് എന്താണ് ഇവിടെ വേറെ വല്ല ചൈതന്യമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷ്ണൻ്റെ ദേവിയുടെയും സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് അവിടെ അമ്പലം പണിത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്യാം, ഇത്ര ദിവസത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ആ കരിങ്കൽ തൊട്ടി നമുക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയുള്ളൂ എന്നുള്ള ഒരു എന്താ പറയുക ഒരു കഥയുണ്ട്. ബാലരൂപത്തിലുള്ള കൃഷ്ണനും ഭദ്രയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമാനമായ പൂജകളും വഴിപാടുകളുമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുള്ളത്. തിരുവമ്പാടി കൃഷ്ണനായി നടക്കുന്ന ഉത്സവത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഭദ്രകാളിക്കായി നടക്കുന്ന വേലയും ഏറെ പ്രസിദ്ധമാണ്. നൂറ്റാണ്ടുകളായി പഴക്കമുള്ള തൃശൂർ പൂരത്തിന്റെ പ്രധാന സംഘാടകരാണ് തിരുവമ്പാടി ക്ഷേത്രം. പൂരത്തിലെ പ്രാധാന്യവും പ്രമാണിത്വവും തിരുവമ്പാടി ഭഗവതിക്കാണെന്നതും പ്രത്യേകതയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏതെല്ലാം ചൈതന്യത്തിൻ്റെ ആ പ്രഭാവമുണ്ടോ അതിവിടെ ദേവിയും അതേപോലെ തന്നെ ഭഗവാനും ഒരുമിച്ചിരുന്ന് ഈ തട്ടകത്തിലെ നിവാസികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് വളർന്നു വരികയും 234 വർഷത്തോളമായി ഇപ്പോൾ ഏകദേശം പൂരം ആഘോഷിച്ചു വരുന്നത്. എല്ലാ ദിവസവും ഇവിടെ ആഘോഷങ്ങളാണ്. നിത്യശിവേലി ആനപ്പുറത്ത് നിത്യശിവേലി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അപൂർവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ക്ഷേത്രം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് പഴയ തിരുവമ്പാടി ക്ഷേത്രത്തെ നവീകരിച്ചതും പൂരത്തിലെ പ്രധാനികളാക്കിയതും. ക്ഷേത്രവും പൂരവും ശക്തിന് ശേഷവും വളർന്നതോടെ ലോകമെമ്പാടും ഇന്ന് തിരുവമ്പാടി ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് മലയാളം, തൃശൂർ.